സോറി, എൻ്റെ മൈക്ക് അൺമ്യൂട്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ വൈബ്രേഷനെ കുറിച്ച് പറഞ്ഞു, വൈബ്രേഷൻ്റെ ഫ്രീ വൈബ്രേഷൻ കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് അൺഡാംപ്ഡ് ഡാംപ്ഡ് വൈബ്രേഷൻസിലേക്കാണ് പോകേണ്ടത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്, ലാസ്റ്റ് കേസ് പറഞ്ഞത് ഇനേർഷ്യ ഓഫ് ദി മാസ് അക്കൗണ്ട് ചെയ്തിട്ടുകൊണ്ടുള്ള ഇക്വേഷനാണ് വന്നത്. It can be noted that the net force on the spring at any instant tending to restore the vibrating mass to equilibrium position is Sx, which is proportional to the displacement of the mass. This is true for any vibration due to elastic force. Thus, in vibrating system in which the restoring force is proportional to the displacement from the equilibrium position, the frequency of the system will always be given by 1 by 2 pi square root of S by m, 1 by 2 pi into square root of mg by delta. നമുക്ക് അറിയാം mg by delta ആണ് അതിൻ്റെ എന്താ പറയുന്നത്, എസ്സിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന് പകരം, സ്റ്റിഫ്നെസ്സിന് പകരം നമുക്ക് ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലെ ഇക്വേഷനായിട്ടുള്ള എം ജി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഡെൽറ്റ എന്ന് പറയുന്ന ഇക്വേഷനിലെ എസ്സിന് പകരം എം ജി ബൈ ഡെൽറ്റ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും മാസ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ എലോങ്ങേഷൻ ഡെൽറ്റ എന്ന് പറയുന്ന ടേംസിൽ നമുക്ക് ഫ്രീക്വൻസിയുടെ ഒരു ഇക്വേഷൻ കിട്ടും. ഇങ്ങനെ നമുക്ക് എഴുതാനായിരിക്കും സാധിക്കും. പിന്നെ അത് കൂടാതെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഡെൽറ്റ ഇസ് ദി സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ അണ്ടർ ദി സസ്പെൻഡഡ് മാസ് m. For example, consider a rod length suspended vertically. A mass m is suspended at the free end. Then static deflection delta L is equal to mgl by ae. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ്റെ ടേംസിൽ നമുക്ക് പിന്നെ അതിനെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, എഫ് എൻ ഈക്വൽ ടു 1 by 2 pi square root of ae by m plus 1 by 3 m1 by l എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക്, അതായത് എസ് ബൈ സ്റ്റിഫ്നെസ്സിൻ്റെയും മാസിൻ്റെയും ടേംസിലുള്ളതിനെ നമുക്ക് ഡിഫ്ലക്ഷൻ്റെയും ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെയും ടേംസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്രീക്വൻസിയുടെ ഇക്വേഷനെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഞാൻ ഈ ഒരു അഡീഷണൽ ക്ലാസ് കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക്, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ടൈം കുറച്ചെടുക്കും. പക്ഷെ എപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങളിപ്പോൾ ഗേറ്റ് ഇതുപോലുള്ള ഒരു മിനിറ്റ്, അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്കിപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ, ഗേറ്റ് അല്ലെങ്കിൽ ഒരു കേരള PSC ഇതുപോലുള്ള എക്സാമിനേഷൻസിലൊക്കെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ, ഇപ്പോൾ സ്വന്തമായിട്ട് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പ്രോബ്ലം പോലുള്ള സാധനങ്ങളൊക്കെ പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ എന്ന് പറയുന്ന പ്രോബ്ലം എടുക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ ഈ ആൻസർ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് തിയറി പാർട്ടിൽ കുറച്ച് ഡൗട്ടുകൾ വരും. അങ്ങനെ നിങ്ങൾ തിയറി പാർട്ടിലേക്ക് നോക്കും. അപ്പോൾ ആ രീതിയിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും. പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റുകളൊക്കെ അങ്ങനെയാണ് ശരിക്കും പഠിക്കേണ്ടത്. ഗേറ്റ് പോലുള്ള ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്ത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ NIT-യിലാണ് MTech ചെയ്തത്. അപ്പോൾ ഗേറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെയാണ് എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡ് തരാം. കൂടുതലും തിയറി വായിച്ച് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യുമെങ്കിലും നമുക്കധികം മനസ്സിലാവില്ല. പക്ഷെ നമ്മളൊരു പ്രോബ്ലമായിട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ തിയറിയും മനസ്സിലാവും, അതേസമയം പ്രോബ്ലവും മനസ്സിലാവും. അപ്പോൾ എപ്പോഴും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ ചെയ്ത് നോക്കി
തന്നെ. എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് അതിൻ്റെ തിയറി എന്താണത് അങ്ങനെ വന്നത്, അതിൻ്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് എങ്ങനെയാണ്, ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ നോക്കുക. അപ്പം അങ്ങനെ പഠിക്കുമ്പോഴേ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയുള്ളൂ. അല്ലാതെ ജസ്റ്റ് അത് നോക്കിയിട്ട് പ്രോബ്ലം ബൈ ഹാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കരുത്. ആ ഒരു രീതിയിൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യരുത്. അത് വേസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തു. നമ്മളിപ്പോൾ ഫ്രീ വൈബ്രേഷൻ, അതിൻ്റെ പല പല മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞു, ഫ്രീക്വൻസി ഡെവലപ്പ് ചെയ്യുന്ന ഇക്വേഷനെ കുറിച്ച് പറഞ്ഞു. ഇനി പഠിച്ച തിയറിയുടെ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ ശരിക്കും ആ പ്രോബ്ലം ചെയ്യുമ്പോഴേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. കാരണം ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഡൗട്ടുകൾ വരും. ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇപ്പോൾ അഡീഷണൽ അവർ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ആയിട്ട് പ്രോബ്ലം ചെയ്തിട്ട് തരാമെന്നാണ് വിചാരിച്ചത്. ഓക്കെ. ഡിറ്റർമൈൻ ദി ഈക്വലന്റ് സ്പ്രിംഗ് സ്റ്റിഫ്നെസ് ആൻഡ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഫോളോയിങ് വൈബ്രേറ്റിംഗ് സിസ്റ്റം വെൻ refer to 18.1a and 2e. ദി മാസ് ഈസ് ഓക്കെ. അപ്പോൾ ഈ ഫിഗറിലേക്ക് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈക്വലന്റ് സ്പ്രിംഗ് സ്റ്റിഫ്നെസ് ആൻഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഫോളോയിങ് വൈബ്രേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്പ്രിംഗ് സിസ്റ്റം 1 എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സ്പ്രിങ്ങിൽ മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ. അതിൽ രണ്ടാമത്തെ കേസിൽ 2 സ്പ്രിംഗ് കൊണ്ട് ഒരു മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദി എൻഡിൽ. മൂന്നാമത്തെ കേസ് നോക്കുക, 2 എൻഡും ഫിക്സ് ചെയ്തിരിക്കുന്നു, നടുക്കൊരു മാസ് പിടിപ്പിച്ചിരിക്കുന്നു. നാലാമത്തെ കേസും ഓക്കെ. മാസ് ഈസ് ഫിക്സ്ഡ് ഇൻ ബിറ്റ്വീൻ 2 സ്പ്രിങ്സ്. അപ്പോൾ 2 സ്പ്രിങ്ങിന് ഇടയിൽ മാസ് പിടിപ്പിച്ചിരിക്കുന്നതാണ് സി എന്ന് പറയുന്ന കേസ്. ഫോർത്ത് കേസ് മാസ് ഈസ് ഫിക്സ്ഡ് ടു ദി മിഡ് പോയിന്റ് ഓഫ് ദി സ്പ്രിങ്. അപ്പോൾ ഓക്കെ, ഫോർത്ത് കേസ് എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെ കറക്റ്റ് ഒത്ത നടുക്ക് മാസിനെ പിടിപ്പിച്ചിരിക്കുന്നു. മാസ് ഈസ് ഫിക്സ്ഡ്. ഫിഫ്ത്ത് കേസ് എന്ന് പറയുന്നത്, അതായത് ഇ എന്ന് പറയുന്നത് മാസ് ഈസ് ഫിക്സ്ഡ് എ പോയിന്റ് ഓൺ ദി ബാർ ജോയിനിങ് ദി ഫ്രീ എൻഡ്സ് ഓഫ് ദി 2 സ്പ്രിങ്സ്. അപ്പോൾ 2 സ്പ്രിങ്ങുകൾ എന്ത് ചെയ്യുന്നു, ഒരു ബാർ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു പോയിന്റിൽ ഈ മാസ് ആഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അതിൻ്റെ കുറേ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എല്ലാം എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, സ്പ്രിംഗ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാനും നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് സ്റ്റിഫ്നെസ്സും നാച്ചുറൽ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ടേംസ് ഒക്കെ തന്നിട്ടുണ്ട്. S1 എന്ന് പറയുന്നത്, അതായത് സ്പ്രിംഗ് 1ൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 5 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ആണ്. S2 8 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ആണ്. മാസ് എന്ന് പറയുന്നത്, എം എന്ന് പറയുന്ന മാസ് എല്ലാത്തിലും ആഡ് ചെയ്തിരിക്കുന്ന മാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ്. അത് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലെ എയും ബിയും, അതായത് ആ ബാറിൽ S1ൽ നിന്ന് പോയിന്റ് ഓഫ് മാസ് അഡീഷൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എ ആണ്. ബി എന്ന് പറയുന്നത് S2ൽ നിന്ന് പോയിന്റ് ഓഫ് അഡീഷൻ മാസ് എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് ആണ് 12 എന്ന് പറയുന്നത്. അപ്പോൾ ബി തന്നിട്ടുണ്ട്, എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം, സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് S1 ആണ്. S1 എന്ന് പറയുന്നത് ഒറ്റ സ്പ്രിങ്ങേ ഉള്ളൂ. അപ്പോൾ എഫക്റ്റീവ് ഈക്വലൻ്റ് സ്പ്രിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയാനായിട്ട് അവിടെ S1 എന്ന് പറയുന്നത് 5 ന്യൂട്ടൺ പെർ എം തന്നെയായിരിക്കും. ഓക്കെ. as there is only one spring, the equivalent spring stiffness is same, S1 equal to 5 Newton per mm. പിന്നെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഫ്രീക്വൻസി 1/2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് S1 by m ആണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ 1/2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇൻറ്റു 10⁻³ നമുക്ക് ഹെഡ്സിലാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ സ്റ്റിഫ്നെസ് ന്യൂട്ടൺ പെർ മീറ്ററിലും ന്യൂട്ടൺ പെർ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. മില്ലിമീറ്റർ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മീറ്ററിലേക്ക് മാറ്റും. പിന്നെ മാസിനെ കിലോഗ്രാമിൽ. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഹെഡ്സിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ന്യൂട്ടൺ പെർ മില്ലിമീറ്ററിനെ
മീറ്ററിലേക്ക്, ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് മാറ്റുന്ന ആ ഒരു കാര്യം മാത്രം നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതിയോ. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടി. ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ്സും ഫ്രീക്വൻസിയും നമുക്ക് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു. അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മാസ്, നമ്മൾ 2 സ്പ്രിങ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിലാണ് മാസ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എലോങ്ങേഷൻ കാര്യങ്ങൾ, എഫക്റ്റീവ് സ്പ്രിങ് സ്റ്റിഫ്നെസ് എത്ര വരും, എസ് എന്ന് പറയുന്നത് എത്ര വരും, S1ഉം S2 ഉണ്ട്. അപ്പോൾ എഫക്റ്റീവായിട്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് എത്ര വരും, പിന്നെ അത് കൂടാതെ അത് വെച്ചിട്ടുള്ള ഫ്രീക്വൻസി എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. Okay, spring force will be same as in the 2 springs, but the static deflections will be different. ഈ ഒരു കേസിൽ സ്പ്രിങ് ഫോഴ്സ് സെയിം ആയിരിക്കും, പക്ഷേ ഈ ഡിഫ്ലക്ഷൻ ഉണ്ടല്ലോ, ഒരു മീൻ പൊസിഷനിൽ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ അതെന്ന് പറയുന്നത് ഡെൽറ്റ L1ഉം ഡെൽറ്റ എന്ന് പറയുന്നത് സ്പ്രിങ് ഫോഴ്സ് മൂലമുള്ള ഡെൽറ്റ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ 1ഉം പിന്നെ ഡെൽറ്റ 2ഉം ആയിരിക്കും. ഓക്കെ, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? എസ് ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റയാണ് നമുക്കറിയാവുന്ന എം ഇൻറ്റു ജി എന്ന് പറയുന്നത്. അപ്പോൾ S1 ഇൻറ്റു ഡെൽറ്റ 1 എന്ന് പറയുന്നത് എം ഇൻറ്റു ജി, S2 ഇൻറ്റു ഡെൽറ്റ 2 എന്ന് പറയുന്നത് മാസ് ഇൻറ്റു എം ഇൻറ്റു ജി, പിന്നെ എസ് എന്ന് പറയുന്നത് എസ് ഇൻറ്റു ഡെൽറ്റ എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റിഫ്നെസ് ഇൻറ്റു ടോട്ടൽ ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി. ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റയുടെ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ജി ബൈ എസ് ടോട്ടൽ സ്റ്റിഫ്നെസ് ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് ബൈ എം ജി ബൈ S1, ഡെൽറ്റ 1ൻ്റെ കേസിൽ എം ജി ബൈ S1 പ്ലസ് എം ജി ബൈ S2. അപ്പോൾ നമുക്ക് ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. എസ് ഈസ് ഈക്വൽ ടു S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് S1ഉം അറിയാം, S2ഉം അറിയാം. 8 ന്യൂട്ടൺ പെർ മില്ലിമീറ്ററും 5 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ S1ഉം 8 ന്യൂട്ടൺ പെർ എമ്മും S2 ആണ്. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ എസ് എന്ത് ചെയ്യുക? നമ്മുടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷനിൽ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ കേസിൽ അവർ എസ് ഡയറക്റ്റ്ലി ഇവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സ്ക്വയർ റൂട്ടിനുള്ളിലിട്ടാണ് ചെയ്തത്. ശരിക്കും നിങ്ങൾക്ക് എസ് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ഈ എസിൻ്റെ ഇക്വലൻ്റ്, എസിന് പകരം എസ് ഈക്വലൻറ്റിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഹെഡ്സ് എത്രയാണെന്ന് സെക്കൻഡ് കേസിലെ ഹെഡ്സ് നമുക്ക് കിട്ടും. ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളാണ്. അത് 2 സീരീസ് ആയിട്ട് നടത്തും, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ എൻഡിൽ മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതൊരു എലോങ്ങേഷൻ എന്ന് പറയുന്നത്, ടോട്ടൽ എലോങ്ങേഷൻ എന്ന് പറയുന്നത് 2 സ്പ്രിങ്ങിൻ്റെയും സമ്മായിരിക്കും, എലോങ്ങേഷൻ്റെ സമ്മായിരിക്കും ടോട്ടൽ എലോങ്ങേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് അത് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി തേർഡ് കേസിൽ, അതായത് സ്പ്രിംഗ് ഫോഴ്സ്, നമ്മൾ മാസ് ഈസ് ഫിക്സ്ഡ് ഇൻ ബിറ്റ്വീൻ 2 സ്പ്രിങ്സ്. അപ്പോൾ 2 സ്പ്രിങ്ങിനിടയിൽ ഈ ഒരു മാസ് നമ്മൾ ഫിക്സ് ചെയ്യുക. അതായത് ഇത് നേരത്തെ നമ്മൾ സീരീസ് കേസ് ആണെങ്കിൽ ഇത് ഒരു പാരലൽ ആയിട്ടുള്ള ഒരു കേസാണ് ഇവിടെ വരുന്നത്. രണ്ട് എൻഡിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും എന്ന് നോക്കാം. The spring force will be different, but the deflection will be the same of the 2 springs and the mass m. അപ്പോൾ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ ഇതിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, നെറ്റ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്
ഡിഫ്ലക്ഷൻ സെയിം ആയിരിക്കും, അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫോഴ്സ് നെറ്റ് സ്പ്രിംഗ് ഫോഴ്സ് ഈക്വൽ ടു സ്പ്രിംഗ് ഫോഴ്സ് ഇൻ 1 പ്ലസ് സ്പ്രിംഗ് ഫോഴ്സ് ഇൻ 2 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. എസ് ഇൻറ്റു ഡെൽറ്റ ഈക്വൽ ടു S1 ഇൻറ്റു ഡെൽറ്റ പ്ലസ് S2 ഇൻറ്റു ഡെൽറ്റ. അത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എസ് ഡെൽറ്റ സ്റ്റിഫ്നെസ് ഇൻറ്റു അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷനിൽ നിന്നുള്ള ഡിഫ്ലക്ഷനാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് S ഈക്വൽ ടു S1 പ്ലസ് S2 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഡെൽറ്റ ക്യാൻസൽ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് 13 ന്യൂട്ടൺ പെർ mm എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. ഓക്കെ, ഇതെല്ലാവർക്കും കേണമെന്നു. ഇനി നമ്മൾ അടുത്ത കേസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു മാസ്, ഈ കേസ് തന്നെയാണ് ഇവിടെ പറയുന്നത്, പക്ഷെ ഈ മാസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, നടുക്കായിട്ടാണ്. മാത്രമല്ല ഇവിടെ എടുത്തിരിക്കുന്ന സ്റ്റിഫ്നെസ്, സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഒറ്റ സ്പ്രിങ്ങേ എടുത്തിട്ടുള്ളൂ, അതായത് S1 തന്നെയാണ് രണ്ട് സ്ഥലത്തും ഉള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മളുടെ നെറ്റ് ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് വരുന്നത് spring stiffness of the coiled spring is inversely proportional to the number of coils in the spring. As the mass is fixed at the midpoint, the number of coils become half on each side. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഈ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 5 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഈ സ്റ്റിഫ്നെസ് ഉള്ള ഈ കോയിലിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, S1ൻ്റെ നടുക്ക് കൊണ്ടാണ് നമ്മൾ മാസ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ മാസ് ഇങ്ങനെ നടുക്ക് പിടിപ്പിക്കുന്നതുകൊണ്ട് ഈ കേസിൽ നമ്മൾ രണ്ട് സ്പ്രിങ് ഉണ്ട്. ഇപ്പോഴത്തെ കേസിനാണെങ്കിൽ ഒരു സ്പ്രിങ്ങിൽ നമുക്ക് S1 എന്നുള്ള പറയുന്ന സ്പ്രിങ്ങിൻ്റെ നടുക്ക് കൊണ്ടുപോയാണ് നമ്മൾ മാസ് കൊണ്ടുപോയി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റിഫ്നെസ് എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്, സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ കോയിൽസിൻ്റെ ടേൺസിനെയാണ്. അപ്പോൾ spring stiffness of the coil spring is inversely proportional to the number of coils in. As the mass is fixed at the midpoint മാസ് ഫിക്സ് ചെയ്തുകൊണ്ട് the number of coils become half on each side. അപ്പോൾ രണ്ട് സൈഡിലും പകുതിയായിട്ടായിരിക്കും മാസിൻ്റെ ഈ ഒരു സ്പ്രിങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ് ഓൺ ഈച്ച് സൈഡ് എന്ന് പറയുന്നത് S1/1/2 ആയിട്ട് നമുക്ക് എടുക്കാം. S1/2 എന്ന് പറയുന്ന രണ്ട് സൈഡിൽ ഹാഫ് ആയിട്ട്. അപ്പോൾ 2S1 എന്നുള്ളതാണ് നെറ്റായിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. നെറ്റ് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ് എന്ന് പറയുന്നത്, ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ് എന്ന് പറയുന്നത് 2S നമുക്ക് കിട്ടും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്പ്രിങ്ങിൻ്റെ കോയിലിൻ്റെ നമ്പറിനനുസരിച്ചാണ്. ആ നമ്പറിനനുസരിച്ച് എടുക്കുമ്പോൾ മാസ് കൊണ്ടുപോയി സെൻറ്റർ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് രണ്ട് സൈഡിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈച്ച് സൈഡിലും പകുതിയായിട്ട് നമ്മൾ എടുക്കും. S1ൻ്റെ പകുതിയാണ് വരുന്നത്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡബിൾ ചെയ്യുന്ന സ്റ്റിഫ്നെസ് ഡബിൾ ആകുന്ന ഒരു എഫക്റ്റാണ് അവിടെ നെറ്റായിട്ട് വരുന്നത്. നൗ ദി സിസ്റ്റം ഈസ് സിമിലർ ടു കേസ് 3. അപ്പോൾ ഈ ഒരു കേസിൽ അതിൻ്റെ സ്റ്റിഫ്നെസ് 2S1 ആവുകയും, അതായത് 5 ന്യൂട്ടൺ പെർ mm എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ പെർ mm ആയി, പെർ mmൽ 10 ന്യൂട്ടൺ mm ആയിട്ട് അതിൻ്റെ സ്റ്റിഫ്നെസ് കൂടുന്നു. ഓക്കെ, അത് കോയിലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ നൗ ദി സിസ്റ്റം ഈസ് സിമിലർ ടു കേസ് 3. അപ്പോൾ 3ലെ കേസിനോട് സിമിലറായി. അപ്പോൾ ടോട്ടൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 2S1 പ്ലസ് 2S1. ഒരു സൈഡിൽ ഈ S1 എന്ന് പറയുന്നത് ഈ കേസിൽ S1 എന്ന് പറയുന്നത് 2S1 ആയി, ഇപ്പുറത്തും 2S1 ആയി. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ 2S1 ആയത്? ഇതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് നമ്മൾ മാസ് പിടിപ്പിച്ചു. അപ്പോൾ നമ്പർ ഓഫ് കോയിൽസ് അവിടെ പകുതിയായി. ആ പകുതിയാകുന്നത് കൊണ്ട് S1 ആക്ച്വലി അതിൻ്റെ വാല്യൂ 2S1 ആയി. അതായത് S1 ഡിവൈഡഡ് ബൈ സ്റ്റിഫ്നെസ്, അതിൻ്റെ സ്റ്റിഫ്നെസ് ഡബിൾ ആവുന്ന ഒരു എഫക്റ്റ് ഉണ്ടായി.
അങ്ങനെ ഇങ്ങനെ രണ്ട് സൈഡിലും 2s1 ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും മാസ് കൊണ്ട്. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ നെറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എസ് ഡെൽറ്റ ഈക്വൽ ടു S1 ഡെൽറ്റ പ്ലസ് S2 ഡെൽറ്റ. S1 ഡെൽറ്റ എന്ന് പറയുന്നത് 2s1 ഇൻറ്റു ഡെൽറ്റ പ്ലസ് 2s1 ഇൻറ്റു ഡെൽറ്റ. അപ്പോൾ ടോട്ടൽ സ്റ്റിഫ്നെസ് ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 4s1 ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതുമൂലമുള്ള ഫ്രീക്വൻസി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കേസ് ഡിസ്കസ് ചെയ്തു. ഇനി ലാസ്റ്റ് കേസ്, ഇതാണ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം. ഈ ഒരു കേസിൽ സ്പ്രിംഗ് ഫോഴ്സ് ആസ് വെൽ ആസ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻസ് ഓൺ 2 സ്പ്രിങ്സ് വിൽ ബി ഡിഫറെൻറ്റ്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് അറ്റൻഡൻസ് വളരെ കുറവാണല്ലോ. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ ഒരു 2 സ്പ്രിങ്ങിൽ ഒരു ബാറ് പിടിപ്പിച്ചിട്ടുണ്ട്. 2 സ്പ്രിങ് തൂക്കിയിട്ടിട്ട്, എന്നിട്ട് അതിൻ്റെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ, അതായത് എ ഡിസ്റ്റൻസ് ഫ്രം ദി സ്പ്രിങ് 1ലേക്ക് ഒരു മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ ഒരു കേസിൽ ഇതിൻ്റെ സ്പ്രിങ് സ്റ്റിഫ്നെസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പ്രിങ് ഫോഴ്സസ് ആസ് വെൽ ആസ് ദി സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻസ് ഓഫ് ദീസ് 2 സ്പ്രിങ്സ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ സ്പ്രിങ് ഫോഴ്സ് മൂലമുള്ള അതിൻ്റെ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ 2 സ്പ്രിങ്ങിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 4 കേസിൽ, ഈ ഒരു കേസിൽ സെക്കൻഡ് കേസിൽ ഡിഫ്ലക്ഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. ഫോഴ്സ് സെയിം ആയിരുന്നു. അതായത് mg എന്ന് പറയുന്ന വെയിറ്റ് സെയിം ആയിരുന്നു. ഡിഫ്ലക്ഷൻ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം ഡിഫറെൻ്റ് ആണ്. ഈ കേസിലാണെങ്കിൽ മിഡിലിൽ പിടിപ്പിക്കുമ്പോഴത്തേക്കും S1 S2 കേസിൻ്റെ മിഡിലിൽ പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഡിഫ്ലക്ഷൻ സെയിം ആയിട്ട് വരും, പക്ഷേ ഫോഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് വരും. ഈ കേസിലും ഫോർത്ത് കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അതിലൊരു ചേഞ്ച് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോയിലിൻ്റെ നടുക്ക് കൊണ്ടുപോയി നമ്മൾ മാസ് പിടിപ്പിക്കുന്നു എന്നുള്ളൊരു ചേഞ്ച് മാത്രമേ ഈ ഒരു ഫോർത്ത് കേസിൽ. ഇനി ഓക്കെ, ഇനി ഈ അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത്, അതായത് അഞ്ചാമത്തെ കേസിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു 2 ഫോഴ്സും ഡിഫ്ലക്ഷനും, ഇത് രണ്ടും, ഈ ഫോഴ്സും ഡെൽറ്റയും രണ്ടും ചേഞ്ച് ആവുന്ന ഒരു കേസാണ് ഇവിടെ വരുന്നത്. സ്പ്രിംഗ് ഫോഴ്സ് അറ്റ് 1 എന്ന് പറയുന്നത് mg ഇൻറ്റു 1ലെ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് mg ഇൻറ്റു b/a + b എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാർ കൺസിഡർ ചെയ്തിട്ട് 1ൽ വരുന്നത് b/ ടോട്ടൽ ലെങ്ത്, b/l എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് ആണ് വരുന്നത്. സ്പ്രിംഗ് ഫോഴ്സ് 2ൽ mg ഇൻറ്റു a/a + b എന്ന് പറയുന്ന ഇക്വേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്പ്രിങ്ങിലും സെക്കൻഡ് സ്പ്രിങ്ങിലും ഉണ്ടാവുന്ന ഫോഴ്സ് F1ഉം F2ഉം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് വെയിറ്റ് ഇൻറ്റു അതിൻ്റെ ആ സ്പാൻ ലെങ്ത്തിൻ്റെ ഒരു റേഷ്യോ ആയിട്ടാണ് വരുന്നത്. b/ ടോട്ടൽ സ്പാൻ ലെങ്ത് a + b എന്ന് പറയുന്നത്, പിന്നെ mg ഇൻറ്റു a/a + b എന്ന് പറയുന്ന രീതിയിലാണ് അതിൻ്റെ ഫോഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ വരുന്നത് ഡെൽറ്റ L1 = mg ഇൻറ്റു b/a + b ഇൻറ്റു 1/s1. ഡെൽറ്റ 2 എന്ന് പറയുന്നത് mg ഇൻറ്റു a/a + b ഇൻറ്റു 1/s2. ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ 2 ഡിഫ്ലക്ഷനും 2 ഫോഴ്സും വന്നു. അപ്പോൾ അതിൽ നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്, അസ്യൂമിങ് ദാറ്റ് ദി ഡിഫ്ലക്ഷൻ ഓൺ 2 ഈസ് മോർ ദാൻ 1. അപ്പോൾ
സെക്കൻഡ് സ്പ്രിങ്ങിൽ നമ്മൾ മാസ് കുറച്ചുകൂടി സ്പ്രിങ് 2 അടുത്തായതുകൊണ്ട് ഇതിന് കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് Δ2 മൈനസ് Δ1 ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. അതായത് ഇത് താഴത്തേക്ക് ഇതിന് കൂടുതൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായാൽ S1 നമ്മൾ ഈ മാസ് ആഡ് ചെയ്യുന്നതോടുകൂടി അതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായാൽ നമ്മളൊരു അസംഷൻ എടുക്കുവാണ്, ഇതിന് കൂടുതൽ എക്സ്റ്റൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇത് അത്രയും ഇതിനൊരു എക്സ്റ്റൻഷൻ ഒരു 10 യൂണിറ്റ് എടുക്കുക. ഇതിനാണെങ്കിൽ ഈ ഒരു മാസ് ഇവിടെ പിടിപ്പിച്ചുകൊണ്ട് ഒരു 6 യൂണിറ്റ് എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നുള്ളൂ, ശരിക്കുള്ള എക്സ്റ്റൻഷൻ Δ1 Δ2. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും മാസ് കൂടുതൽ ഉണ്ടാവുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ 10 ന്യൂട്ടൺ ഇപ്പുറത്ത് ഇല്ലാത്തത് കൊണ്ട് ഇത് എന്ത് ചെയ്യും, ഇത് തിരിച്ചൊരു കോൺട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു റിഡക്ഷൻ, ആ ഒരു 10നെ തിരിച്ച് വലിക്കുന്ന ആ ഒരു രീതിയിലൊരു നെഗറ്റീവ് സൈഡിലേക്കൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന പാരാമീറ്ററാണ് θ2 മൈനസ് ആ ഒരു ഫാക്ടറിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ θ2 മൈനസ് θ1, അതായത് ഇപ്പോൾ 10 ആണ് നമ്മളൊരു അസംഷനിൽ ഒരു വാല്യൂ എടുത്തതെന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്. 10 മൈനസ് 6 ഡിവൈഡഡ് ബൈ 10 മൈനസ് 6 ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി, അതായത് ആ ഒരു വോളിയം റേഷ്യോ, സ്പാൻ ലെങ്ത്തിൻ്റെ റേഷ്യോ ബി ബൈ എ പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഫാക്ടർ ആയിരിക്കും ഇതിനെ ആ ഒരു ആക്ച്വൽ ഡിഫ്ലക്ഷൻ θ2ൻ്റെ 10 ഉണ്ടാവുന്നതിൽ നിന്ന് തടയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു റഫായിട്ടുള്ള വാല്യൂ പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു തീറ്റയുടെ വാല്യൂസിൽ നമ്മൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു θ2 എന്ന് പറയുന്നത് mg ഇൻറ്റു എ ബൈ എ പ്ലസ് ബി ഇൻറ്റു 1/s1 മൈനസ് അതായത് mg ഇൻറ്റു എ ബൈ എ പ്ലസ് ബി ഇൻറ്റു 1/s2 മൈനസ് mg ഇൻറ്റു ബി ബൈ എ പ്ലസ് ബി 1/s1 1/s2 മൈനസ് ഈ ഒരു ഇക്വേഷൻ, ഇതെല്ലാം ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് S1ൻ്റെയും S2ൻ്റെയും ടേംസിലുള്ള ഒരു ഇക്വേഷൻ mg വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതായത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് a/s2 എ പ്ലസ് ബി ഇതിൽ കോമൺ ആയതുകൊണ്ട് എ പ്ലസ് ബി പുറത്തോട്ട് കൊടുത്ത് mg/a+b a/s2 മൈനസ് ab/a+b ഇൻറ്റു s2 പ്ലസ് b²/a+b ഇൻറ്റു s1. അങ്ങനെ നമ്മൾ ഇക്വേഷൻ എടുത്തു. എന്നിട്ട് അതിനെ റീറൈറ്റ് ചെയ്ത് ഫൈനലി കുറച്ച് ടേംസ് ക്യാൻസൽ ചെയ്ത് പോയി a²/s2 പ്ലസ് b²/s1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും, mg/a+b². എന്നിട്ട് നമുക്ക് ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ടോട്ടൽ ഡിഫ്ലക്ഷൻ mg/a+b² ഇൻറ്റു a²/s2 പ്ലസ് b²/s1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ടോട്ടൽ സ്പ്രിംഗ് ഫോഴ്സ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ സ്പ്രിംഗ് 1 പ്ലസ് ഫോഴ്സ് ഇൻ സ്പ്രിംഗ് 2. അങ്ങനെ ടോട്ടൽ സ്പ്രിംഗ് ഫോഴ്സ് നമുക്ക് എടുക്കാം. അതെന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടും സെയിം അല്ലാത്തത് കൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും സമ്മായിരിക്കും. അപ്പോൾ എസ് ഇൻറ്റു ഡെൽറ്റ ഈക്വൽ ടു S1 ഇൻറ്റു Δ1 പ്ലസ് S2 ഇൻറ്റു Δ2. ആ വാല്യൂസ് എല്ലാം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എസ് ഇൻറ്റു 1/a+b ഇൻറ്റു a²/s2 b²/s1 ഈക്വൽ ടു b പ്ലസ് എ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഓർ എസ് എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്തെഴുതാം, a+b² ഡിവൈഡ് ബൈ a²/s2 പ്ലസ് b²/s1. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഫ്രീക്വൻസിയുടെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് 1/2π ഇൻറ്റു √s/m എന്ന് പറയുന്ന ഇക്വേഷനിൽ എസ് നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. എൻ്റെയും ബിൻ്റെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇനീഷ്യലി തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് എ ഈസ് ഈക്വൽ ടു 20 mm, ബി ഈക്വൽ ടു 12 mm. ഈ രണ്ട് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഫൈനലി ഫ്രീക്വൻസി 36 ഹെർട്സ് എന്ന് കിട്ടും.
അപ്പോൾ എസ് ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ വാല്യൂസ് എത്രയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി 4 രീതിയിലും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. 18.2 നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്കറിയാം, ഒരു പുള്ളിയുടെ കേസിലൊരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഡിഫ്ലക്ഷൻ, നമ്മൾ സ്പ്രിങ്ങിൻ്റെ കേസിൽ അത് മാസ്, നമ്മൾ ഫോഴ്സ് എവിടെയാണോ പിടിപ്പിക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് അതനുസരിച്ചിരിക്കും. വെയിറ്റ് എവിടെയാണോ വരുന്നത് അത് ഏത് എൻഡിലാണ് വരുന്നത്, സ്പ്രിങ് അതിനെങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഫോഴ്സ് ഈക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോഴ്സ് ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനത്തെയുള്ള കേസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഫ്രീക്വൻസിയുടെ ഫൈനൽ വാല്യൂ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ 5 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ 18.2-ൽ ഡിറ്റർമൈൻ ദി ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് സിസ്റ്റം ഷോൺ ഇൻ ദി ഫിഗർ, നെഗ്ലക്റ്റ് ദി മാസ് ഓഫ് ദി പുള്ളി. ഇപ്പോൾ ഇതിൽ മാസ് ഓഫ് ദി പുള്ളി കൺസിഡർ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കുലർ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. ഓക്കെ, സർക്കുലർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഉദ്ദേശിച്ചിരിക്കുന്നത് ഒമേഗ ആണ്. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി എഫ്, ഒമേഗ എന്ന് പറയുന്ന സർക്കുലർ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ആണ്. ഒമേഗ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഗർ എയിൽ ഒമേഗ എന്ന് പറയുന്നത് ജി ബൈ ഡെൽറ്റ ആണ്, അല്ലെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു എസ് ബൈ എം ആണ്. അപ്പോൾ അത് നമുക്ക് എസ് ബൈ എം എന്ന് പറയുന്ന ആ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. എസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പ്രിങ്ങിലെ ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു കേസ് എടുക്കുക, ഫസ്റ്റ് സ്പ്രിങ് എടുക്കുക, S1-ഉം ഇവിടെ S2-ഉം ഉണ്ട്. ഈ ഫോഴ്സിൽ ഇത് നമ്മൾ മെക്കാനിക്സിൻ്റെ ആ ഒരു കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്പ്രിങ്ങിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇതിൻ്റെ ടെൻഷൻ എത്രയാണ് വരുന്നത് നോക്കുമ്പോൾ, ടെൻഷൻ എടുക്കാൻ സ്പ്രിങ്ങിൽ വരുന്ന ടെൻഷൻ റോപ്പ് ആണെങ്കിൽ ആ ഒരു ടെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോലെ S1 ഈസ് ഈക്വൽ ടു ഇവിടെ mg ഈസ് ഈക്വൽ ടു വെയിറ്റ്. അപ്പോൾ ഈ വെയിറ്റ് തന്നെ നമുക്കിവിടെ ടെൻഷനായിട്ട് ഇവിടെ വരും. അപ്പോൾ S1 ഈസ് ഈക്വൽ ടു സ്പ്രിങ് ഫോഴ്സ് S1-ൽ നമുക്ക് എന്ത് ചെയ്യും, ഫോഴ്സ് ഓൺ ഈച്ച് സ്പ്രിങ് 2W വരും. 2W ഒരു W പ്ലസ് ഈ ഇവിടെയുള്ള ടെൻഷൻ, ഇതിൻ്റെ ടെൻഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് 2W ആണ് S1-ൽ വരുന്നത്. അതുപോലെ തന്നെയാണ് S2-ലും നമുക്ക് ടെൻഷനായിട്ട് വരുന്നത് W അപ്വേർഡ്സും രണ്ട് സൈഡിലും വരുന്നുണ്ട് പുള്ളിയുടെ. അപ്പോൾ പുള്ളിയുടെ വെയിറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 2W ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ദി മാസ് ഡെൽറ്റ ഈക്വൽ ടു 2 ഇൻറ്റു ഡിഫ്ലക്ഷൻ ഓഫ് സ്പ്രിങ് പ്ലസ് ഡിഫ്ലക്ഷൻ ഓഫ് സ്പ്രിങ് 2. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടി സെപ്പറേറ്റ് ആയിട്ടുള്ള സം ആയിരിക്കും. ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ആയിരിക്കും. ഡെൽറ്റ 1 എന്ന് പറയുന്നത് അത് 2 ഇൻറ്റു ഡിഫ്ലക്ഷൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന അറ്റ് ദി എൻഡിലാണ്. അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വരും. അപ്പോൾ 2 ഇൻറ്റു 2W ബൈ S1 പ്ലസ് 2W ബൈ S2 എന്ന് പറയുന്ന ഇക്വേഷനാണ് ഫൈനൽ വരുന്നത്. അപ്പോൾ ഈക്വൽ ടു 4mg ഈക്വൽ ടു S1 പ്ലസ് S2 ഡിവൈഡ് ബൈ S1 S2 എന്ന് പറയുന്ന ഇക്വേഷൻ. ഫൈനലി ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ n ഈക്വൽ ടു S1 S2 ഡിവൈഡ് ബൈ 4 S1 പ്ലസ് S2 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഫോഴ്സ് ഇൻ സ്പ്രിങ് 1 ഈ ഒരു കേസിലും നമ്മൾ 2 സ്പ്രിങ് പുള്ളീസിൽ പിടിപ്പിക്കുന്നു. അപ്പോൾ അതിലും മാസ് നമ്മൾ 0 ആയിട്ടാണ്, പുള്ളിയുടെ മാസ് 0 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ സർക്കുലർ വൈബ്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഫോഴ്സ് ഇൻ സ്പ്രിങ് 1 ഈ ഒരു കേസിൽ സ്പ്രിങ് 1-ൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് W, ഇതാണ് വെയിറ്റ് എങ്കിൽ W എങ്കിൽ ഇവിടെ ഒരു സ്ട്രിങ്ങിൽ W/2, ഇപ്പുറത്തെ സ്ട്രിങ്ങിലും W/2, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
ഫോഴ്സ് ഇൻ സ്പ്രിങ് വണ്ണിൽ W1ഉം സ്പ്രിങ് 2-ൽ W2 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് സ്പ്രിങ് 1 Δ1 പ്ലസ് Δ2. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് W/S1 പ്ലസ് ഹാഫ് ഇൻറ്റു W/2 S2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനലി ഒമേഗ n എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് G/δ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് S/m എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. എസിൻ്റെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയാണ് അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനിയിപ്പോൾ അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 2-3 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഇതാണ് ഫ്രീ വൈബ്രേഷനെ കുറിച്ച് പറയാനുള്ളത്. ഫ്രീ വൈബ്രേഷൻ, അതായത് നാച്ചുറൽ വൈബ്രേഷനിൽ